ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 109. അൽ ബാബു സാബി അഷറ, 17-ാമത്തെ അധ്യായം, ബാബു ഷഫാഅത്തിൻ്റെ ബാബ് തുടരുകയാണ്. ഷറഹ് തുടരുന്നു. വശഫാഅത്തു അൽ മുസ്ബതത്തു സിത്തത്തു അൻവാഇൻ, സ്ഥിരപ്പെട്ട ഷഫാഅത്ത് എന്ന് പറയുന്നത് 6 ഇനങ്ങളാണ്. അതായത് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാം. അന്നൗൽ അവൽ, ഒന്നാമത്തെ ഇനം അഷഫാഅത്തുൽ ഉദുമ, ഷഫാഅത്തുൽ കുബ്ര അല്ലെ ഷഫാഅത്തുൽ ഉദുമ എന്നറിയപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഷഫാഅത്താണ്. വഹിയ അൽ മഖാമുൽ മഹ്മൂദ്, അത് അൽ മഖാമുൽ മഹ്മൂദാണ്. മഖാമുൽ മഹ്മൂദ് എന്നറിയപ്പെടുന്ന ഷഫാഅത്ത് ആ സ്ഥാനം നബിക്കാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. വഹിയ അല്ലത്തി തകൂനു മിനർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അഹ്ലിൽ മൗഖിഫ്, മഹ്ശറിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഷഫാഅത്താണിത്. ഇതാ ത്വാലൽ വുഖൂഫു അലാ അഹ്ലിൽ മൗഖിഫി, അതായത് ആ മഹ്ശറയിൽ നിൽക്കുന്നിടത്ത് അവിടെ നൃത്തം കുറേ നീണ്ടു പോകുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനമാകാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഖളാഉൽ ഫസ്ൽ, അതിനുവേണ്ടി ജനങ്ങൾ കൊതിക്കുന്നൊരു സമയം. ഇൽതമസു മയ്യഷ്ഫഉ ലഹും ഇലല്ലാഹി ഫിൽ ഖളാഇ ബൈനഹും, അവർക്കിടയിൽ വിധിക്കാൻ അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ ഉള്ളവരെ അവരന്വേഷിക്കും. വ ഇറാഹത്തിഹിം മിനൽ മൗഖിഫി, ആ സ്ഥാനത്തുനിന്ന് ഒന്ന് റാഹത്ത് കിട്ടാൻ, റിലാക്സ് കിട്ടാനും. ഫയഅ്തൂന ഇല ആദം അലൈഹിസ്സലാം, അപ്പോൾ അവർ ആദം അലൈഹിസ്സലാമിൻ്റെ അടുത്ത് പോകും. സുമ്മ ഇലൽ അംബിയായി നബിയൻ, പിന്നെ മറ്റു നബിമാർക്ക് ഓരോ നബിമാരിലേക്ക് ഇങ്ങനെ പോകും. കുല്ലുഹും യഅ്തദിറൂൻ, അവരെല്ലാവരും ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ഹത്ത യന്തഹു ഇല മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവസാനം എത്തുന്നത് വരെ. ഫയഖൂലു, അപ്പോൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അനലഹ, ഞാൻ അതിനുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യാമെന്ന്. സുമ്മ യഖിറു സാജിദൻ ബൈന യദൈ റബ്ബിഹി അസ്സ വജൽ, പിന്നെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റബ്ബിൻ്റെ മുമ്പിൽ സുജൂദിലായി വീഴും. വയഫ്തഹു അല്ലാഹു അലൈഹി ബിമഹാമിദ, അങ്ങനെ നബി അള്ളാഹുവിനെ സ്തുതിക്കും. പിന്നെ ഫല യസാലു സാജിദൻ ഹത്ത യുഖാല ലഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലായിക്കൊണ്ടേയിരിക്കും, സുജൂദ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇങ്ങനെ പറയപ്പെടുന്നത് വരെ, യാ മുഹമ്മദ് ഇർഫഅ റഅസക വസൽ തുഅത വഷ്ഫഅ തുഷഫഅ, യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, ഇർഫഅ റഅസക, താങ്കളുടെ തല ഉയർത്തൂ, വസൽ തുഅത, താങ്കൾ ചോദിക്കൂ നൽകപ്പെടും, വഷ്ഫഅ തുഷഫഅ, താങ്കൾ ഷഫാഅത്ത് ചെയ്യൂ, ഷഫാഅത്ത് സ്വീകരിക്കപ്പെടും താങ്കളുടെ. ഹാദാ ഫിഹി അന്ന റസൂല ലാ യഷ്ഫഉ ഇബ്തിദാഅൻ, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കത്തിൽ തന്നെ ആദ്യം തന്നെ അങ്ങ് ഷഫാഅത്ത് ചെയ്യുന്നില്ല. ഫഇന്നമാ യഷ്ഫഉ ബഅദൽ ഇസ്തിഅ്ദാനി, അനുമതി ചോദിച്ച ശേഷം, അങ്ങനെ അനുമതി കിട്ടിയ ശേഷം മാത്രമാണ് ഷഫാഅത്ത് ചെയ്യുന്നത്. ബഅദ അൻ യഖിറ സാജിദൻ ലില്ലാഹ്, അല്ലാഹുവിന് സുജൂദായി വീഴുന്ന ശേഷം. വലാ യഷ്ഫഉ ഇല്ലാ ബഅദ അൻ യുഅ്ദന ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി, ഇതിന് പെർമിഷൻ നൽകപ്പെടുന്നതിന് മുമ്പ് ഷഫാഅത്ത് ചെയ്യുന്നില്ല. വയഖാലു, പറയപ്പെടും, യഷ്ഫഅ തുഷഫഅ, ഷഫാഅത്ത് ചെയ്യൂ, ഷഫാഅത്ത് താങ്കളുടെ സ്വീകരിക്കപ്പെടും. സുമ്മ യഷ്ഫഉ ലി ഫി അഹ്ലിൽ മൗഖിഫി, അപ്പോൾ മഹ്ശറയിൽ ആ വിധി കാത്തു നിൽക്കുന്ന ആ ആളുകളുടെ അവർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും മൊത്തത്തിൽ. ഫയുഹാസബൂൻ, അപ്പോൾ അവർ ഹിസാബ് ചെയ്യപ്പെടും. സുമ്മ യൻസരിഫൂന മിനൽ മൗഖിഫി, പിന്നെ ആ മഹ്ശറയിൽ ആ വിചാരണ കാത്തു കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ പിരിയും. ഇമ്മാ ഇലൻ ജന്നത്തി വ ഇമ്മാ ഇലൻ നാർ, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. ഫരീഖും ഫിൽ ജന്നത്തി വ ഫരീഖും ഫിസ് സഈർ, ഈ ഭാഗം സ്വർഗത്തിലും ഈ ഭാഗം നരകത്തിലും. അപ്പോൾ ആ വിചാരണ കഴിഞ്ഞ് ജനങ്ങൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകും. അപ്പോൾ അവിടെ ഒരു തീരുമാനം ഉണ്ടാക്കാനുള്ള ഷഫാഅത്താണ്. ഹാദിഹി ഹിയ ഷഫാഅത്തുൽ ഉദുമ, ഇതാണ് ഷഫാഅത്തുൽ ഉദുമ. വഹിയൽ മഖാമുൽ മഹ്മൂദ് അല്ലദീ ഖാല തആല ഫീഹി, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മഖാമുൽ മഹ്മൂദ്. അസ്സാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ, അങ്ങയുടെ റബ്ബ് അങ്ങയെ മഖാം മഹ്മൂദിലേക്ക്, സ്തുതിക്കപ്പെട്ട സ്ഥാനത്തേക്ക് നിയോഗിച്ചേക്കാം എന്ന്. ലിഅന്നഹു യഹ്മദുഹു അലൈഹി അൽ അവ്വലൂന വൽ ആഖിറൂന അലൈഹി സ്വലാത്തു വസ്സലാം, കാരണം എന്താണ് ഈ മഖാം മഹ്മൂദ് സ്തുതിക്കപ്പെട്ട സ്ഥാനം എന്ന് പറയാൻ കാരണം, ആദ്യമുള്ളവരും അവസാനക്കാരും എല്ലാ മനുഷ്യരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ സ്തുതിക്കും. കാരണം അവിടെ എന്താണെന്നൊരു തീരുമാനമാകാതെ നിൽക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തുമല്ലോ, അത് ഈ ഹിസാബ് എന്ന ഇതിലേക്ക് എത്തുന്നു, അതൊരു തീരുമാനമാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യുന്നതിലൂടെ.
വഹാദിഹി ലം യുഖാലിഫിഹ അഹദൻ, ഇതിൽ ആർക്കും എതിരഭിപ്രായമില്ല എന്ത് ഈ ഷഫാഅത്തുൽ മണ്ടി എന്ന വിഷയത്തിൽ. വഹഖീഖത്തുഹ അന്നൽ ഖലായിഖ യത്ലുബൂന മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? സൃഷ്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടും അൻ യദ്ഉല്ലാഹ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യദ്ഉവല്ലാഹ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ബി അൻ യുരീഹഹും മിനൽ മൗഖിഫി തവീൽ, ആ ദീർഘമായി നിൽക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് ഒരു റാഹത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ഷഫാഅത്ത് തേടാൻ, അള്ളാഹുവിനോട് തേടാൻ വേണ്ടി പറയണം. അത് പരലോകത്ത് വെച്ചാൽ, ഇഹലോകത്ത് വെച്ചിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് തേടാൻ പറ്റില്ല വഫാത്തായ ശേഷം. അന്നൗൽ സാനി, രണ്ടാമത്തെ ഇനം, ഷഫാഅത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അഹ്ലിൽ ജന്നത്തി ഫീ അൻ യദ്ഖുലു അൽ ജന്ന, അൽ ജന്ന. അപ്പോൾ അഹ്ലുൽ ജന്ന, സ്വർഗ്ഗക്കാർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത്. അന്നൗ സാലിസ്, മൂന്നാമത്തെ ഇനം, ഷഫാഅത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅദി അഹ്ലിൽ ജന്നത്തി ഫീ റഫഅതി ദറജാതിഹിം ഫിൽ ജന്ന, ചില സ്വർഗ്ഗക്കാർക്ക് അവരുടെ പദവികൾ ഉയർത്തിക്കിട്ടാൻ വേണ്ടി, ഗ്രേഡ് കൂട്ടാൻ, ഉയർന്ന ഗ്രേഡിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഷഫാഅത്ത്. അന്നൗ റാബി, നാലാമത്തെ ഇനം, ഷഫാഅത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അമ്മിഹി അബീ ത്വാലിബ്, അബൂ ത്വാലിബ്, അദ്ദേഹത്തിൻ്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ പിതൃ സഹോദരനായ അബൂ ത്വാലിബിൻ്റെ വിഷയത്തിലുള്ള ഷഫാഅത്ത്. അതൊരു പ്രത്യേക ഷഫാഅത്താണ്. വദാലിക, അത് അന്ന അബാ ത്വാലിബിൻ കാനത്ത് മവാഖിഫുഹു മഅ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഈദുഹു ലഹു വഹിമായത്തുഹു മിൻ അദാ ഖൗമിഹി കുല്ലുഹാ മഅറൂഫ. അബൂ ത്വാലിബ് നബിയുമായുണ്ടായിരുന്ന സ്റ്റാൻഡ്, അതേപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തിപ്പെടുത്തിയത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത് നബിയുടെ ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന്, കുല്ലുഹാ മഅറൂഫ്, ഇതൊക്കെ അറിയപ്പെട്ടതാണ്. വഅന്നഹു സ്വബറ മഅഹു അലൽ അദാ വഅലൽ ഹിസ്വാരി വദ്ദീഖ്, പ്രയാസം അതേപോലെ ബുദ്ധിമുട്ടുകൾ ഉപരോധമൊക്കെ വന്നപ്പോൾ ശത്രുക്കളുടെ, അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ പിതൃ സഹോദരൻ അബൂ ത്വാലിബ് എന്നവരും എന്ത് ചെയ്തു? ക്ഷമിച്ചു. ഫഹുവ ബദല മഅർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ അദീമൻ മിനൽ ഹിമായത്തി വന്നുസ്റതി വദ്ദിഫാഇ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കുക, സംരക്ഷിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് പ്രതിരോധം തീർക്കുക എന്നതിന് കുറേ അധികം സഹിച്ചു. ആര്? കുറേ ശ്രമങ്ങളൊക്കെ നടത്തി. ആര്? അബൂ ത്വാലിബ്. പക്ഷേ വഹാദ മിൻ തസ്ഖീരില്ലാഹി സുബ്ഹാനഹു വ തയ്സീരില്ലാഹി ഹൈസു സഖറ ഹാദൽ കാഫിറ ലിഹിമായത്തിഹി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ കാഫിറായ വ്യക്തി, അബൂ ത്വാലിബ് എന്ന വ്യക്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുവായ പിതൃ സഹോദരനായ വ്യക്തി സംരക്ഷിച്ചു എന്നത് കാരണം അള്ളാഹു സൗകര്യപ്പെടുത്തി എളുപ്പമാക്കി കൊടുത്തതാണ് ഈ സത്യനിഷേധിയായ അബൂ ത്വാലിബിന്. വഹർസ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിദായത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിദായത്തി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം ഹിദായത്തിലാകണം, ഇസ്ലാം സ്വീകരിക്കണം എന്ന കാര്യത്തിൽ വലിയ ഹിർസ്, അത്യധികമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ദുഖൂലിഹി ഫിൽ ഇസ്ലാം, അദ്ദേഹം ഇസ്ലാമിൽ സ്വീകരിക്കണമെന്ന്, ഇസ്ലാമിൽ പ്രവേശിക്കണമെന്ന്. ഹത്താ ഇന്നഹു സാറഹു വഹു യഹ്തദർ, ഏതുവരെ എന്ന് ചോദിച്ചാൽ അദ്ദേഹം മുഹ്തദറായ, അതായത് മരണമാസന്നമായി കിടക്കുന്ന സമയത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചു. വഖാല ലഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കി ഇങ്ങനെ, യാ അമ്മി, എൻ്റെ പിതൃ സഹോദര, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, താങ്കൾ പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, കലിമത്തൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ അടുത്ത് താങ്കൾക്ക് വേണ്ടിയിട്ട് വാദിക്കാം, താങ്കളെ സ്വർഗത്തിലെത്തിക്കാൻ. ഇല്ലാ അന്നഹു കാന ഇൻദഹു ഹദ്റത്തും മിനൽ മുശ്രിക്കീന ഖാലു ലഹു, പക്ഷേ മുശ്രിക്കുകളുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു, മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു. അത്തറുഗബു, അവർ ചോദിച്ചു, അത്തറുഗബു അം മില്ലത്തി അബിൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിൽ നിന്ന് താങ്കൾ വിട്ടുപോവുകയാണോ എന്ന്. ഫഅഖദത്തുഹു നഖ്വതു വൽ അയാദു ബില്ലാഹി വൽ ഹമിയത്തുൽ ജാഹിലിയ, ജാഹിലിയത്തിൻ്റെ ആ വർഗീയ സ്വഭാവം, ആ വിഭാഗീയ സ്വഭാവം, അതേപോലെ നഖ്വത്ത്, ആ തകബ്ബുർ, അഹങ്കാരം അദ്ദേഹത്തിന് പിടികൂടി. അല്ലാഹുൽ ശരണം. അങ്ങനെ വഖാല, അദ്ദേഹം പറഞ്ഞു, അയാൾ പറഞ്ഞു, അബൂ ത്വാലിബ് ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അദ്ദേഹം അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തെ തന്നെയാണ്, ഇസ്ലാം സ്വീകരിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു.
വമാത അദ്ദേഹം അങ്ങനെ മരിച്ചു. വലം യഖുൽ അദ്ദേഹം പറഞ്ഞില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞില്ല. ഫസ്വാറ മിൻ അഹ്ലിൻ നാർ അപ്പോൾ അദ്ദേഹം നരകക്കാരിൽ പെട്ടുപോയി. ഫന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യശ്ഫഉ ലഹു ഫി തഖ്ഫീഫിൽ അദാബി അൻഹു യൗമൽ ഖിയാമ. അപ്പോൾ ഖിയാമത്ത് നാളിൽ അദ്ദേഹത്തിന് ശിക്ഷ ലഘൂകരിക്കാൻ വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യുമെന്നതാണ്. ലാ ഫി ഇഖ്റാജിഹി മിനൻ നാർ നരകത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറപ്പെടുവിക്കാനല്ല. ഫലാ യതആറദു ഹാദാ മഅ ഖൗലിഹി അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ വചനവുമായി പരസ്പര വിരുദ്ധമാകുന്നില്ല. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ മുശ്രിക്കുകൾക്ക് സത്യനിഷേധികൾക്ക് ശുപാർശകളുടെ ശുപാർശ ഉപകരിക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ. അവിടെ ഇത് ബാധകമാവൂല. കാരണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല, നരകത്തിൽ ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലിഅന്നഹ ലം തൻഫഅ അബാ താലിബിൻ ബിൽ ഖുറൂജ് മിനൻ നാർ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് നരകത്തിൽ നിന്ന് പുറത്തു പോകാൻ അബൂ താലിബിന് ഉപകരിക്കുന്നില്ല. വഇന്നമാ നഫഅതുഹു ഫി തഖ്ഫീഫിൽ അദാബി അൻഹു ശിക്ഷ ലഘൂകരിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിന് അത് ഉപകരിക്കുന്നത്. അന്നൗഉൽ ഖാമിസ് അഞ്ചാമത്തെ ഇനം ഷഫാഅത്ത് അഷ്ശഫാഅത്തു ഫീ മൻ ഇസ്തഹഖ അന്നാറ മിൻ അഹ്ലി തൗഹീദി ഇല്ലാ യദ്ഖുലഹ അതായത് നരകം അർഹതപ്പെട്ട തൗഹീദിൻ്റെ ആളുകൾ, നരകത്തിൽ ശാശ്വതവാസമല്ല, നരകശിക്ഷ. അതായത് കുറേ തിന്മകൾ ചെയ്ത് ആളുകൾ അവർ തൗബ ചെയ്ത് മടങ്ങിയില്ല, അല്ലെങ്കിൽ അവരുടെ തൗബ സ്വീകരിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങൾ കൂടുതലാണ്, എന്നാൽ അവർ തൗഹീദായി മരിച്ചവരാണ്, ശിർക്ക് ചെയ്യാത്തവരാണ്, എങ്കിൽ അവർ നരകശിക്ഷയ്ക്ക് അർഹരാണല്ലോ. അപ്പോൾ ആ നരകശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ഷഫാഅത്ത്. ആദ്യം തന്നെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കാം നരകശിക്ഷ കൂടാതെ. അന്നൗസാദിസു ഇനി ആറാമത്തെ ഷഫാഅത്ത് അഷ്ഷഫാഅത്തു ഫീമൻ ദഖല നാറ മിൻ അഹ്ലി തൗഹീദി അൻ യഖ്റുജ മിൻഹ. ഇനി തൗഹീദിൻ്റെ ആളുകളിൽ തന്നെ നരകത്തിൽ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ആളുകൾ നരകത്തിൽ പ്രവേശിക്കാൻ അർഹതയുള്ള ആളുകൾ കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് അങ്ങനെ നരകത്തിൽ പ്രവേശിച്ച ആളുകൾ അവർ ആ നരകത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് അതിനുള്ള ഷഫാഅത്ത്, അവർക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി നരകത്തിൽ നിന്ന് മോചിതരാകാൻ വേണ്ടിയുള്ള ഷഫാഅത്ത്. വഹാത്താനി ഷഫാഅത്താനിൽ അഖീറത്താനി ലൈസത്ത ഖാസത്തൈനി ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള ഷഫാഅത്തല്ല. ഈ പറഞ്ഞ രണ്ടും എന്ന് പറഞ്ഞാൽ തൗഹീദിൻ്റെ ആളുകൾ തന്നെ തൗഹീദിലായി മരിച്ചവർ തന്നെ, പക്ഷേ അവരുടെ പാപഭാരം നിമിത്തം അവർക്ക് നരകത്തിലേക്ക് പോകാനുള്ള അർഹത ഉണ്ട് കുറച്ച് കാലത്തേക്കെങ്കിലും അല്ലെങ്കിൽ കുറേ കാലത്തേക്ക്. പക്ഷേ അവർ നരകത്തിൽ തീരെ പ്രവേശിപ്പിക്കാതെ അവർ ആദ്യഘട്ടത്തിൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനുള്ള ഷഫാഅത്ത്. അതല്ലെങ്കിൽ അത്തരക്കാർ അവർ നരകത്തിൽ നിശ്ചിത കാലം ശിക്ഷ അനുഭവിച്ച ശേഷം പിന്നീട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിലെത്താൻ വേണ്ടിയുള്ള ഷഫാഅത്ത്. ഈ രണ്ട് ഷഫാഅത്തും ബൽഹുമ ആമ്മത്താനി ഫിൽ അംബിയാഇ വൽ ഔലിയാഇ സ്വാലിഹീൻ. ഇതൊക്കെ ഈ പറഞ്ഞ ഷഫാഅത്ത് രണ്ടും അത് അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളിൽ ആമ്മാണ്, പൊതുവായിട്ടുള്ളതാണ്. വല്ല അഫ്രാത്ത് എന്ന് പറഞ്ഞാൽ മുൻപേ പോയ ചെറിയ കുട്ടികളാണ്. ചെറിയ കുട്ടികൾ മരിച്ചാൽ അവർ ഫറത്ത് എന്ന് പറയും, അഫ്രാത്ത്. അപ്പോൾ അവർ മുഖേന മാതാപിതാക്കൾ ഒരുപക്ഷെ നരകത്തിന് അർഹരായിരുന്നെങ്കിൽ ഇവർ കാരണമായിട്ട്, ഇവരുടെ ഷഫാഅത്ത് കാരണമായിട്ട് ആ മാതാപിതാക്കൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. ഫൽ ഔലിയ, ഇത് തൗഹീദിലായി മരിച്ചവർക്ക് മാത്രമേ ബാധകമാവുള്ളൂ. ഫൽ ഔലിയ യഷ്ഫഊൻ, ഫൽ ഔലിയ അപ്പോൾ ഔലിയാക്കൾ ഷഫാഅത്ത് ചെയ്യുന്നു. വസ്വാലിഹൂന സ്വാലിഹീങ്ങളും, വൽ അഫ്റാത്തു മുമ്പേ പോയ ചെറിയ കുട്ടികളും, വഹും അൽ ഔലാദു സ്വിഗാർ യഷ്ഫഊന ലി ആബാഇഹിം ചെറിയ കുട്ടികൾ അവർ അവരുടെ പിതാക്കൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യുന്നു. വഹാദിഹി ഷഫാഅത്തു യുസ്ബിതുഹാ അഹ്ലുസുന്നത്തി വൽ ജമാഅ. അപ്പോൾ ഈ ഷഫാഅത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സ്ഥിരപ്പെടുത്തിയ ഷഫാഅത്താണ്. ലി അഹാദീസിൽ വാരിദത്തി സ്വഹീഹത്തി ഫിഹാ, ആ വിഷയത്തിൽ സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ വന്നതിനാൽ. വയുഖാലിഫു ഫിഹാ അൽ മുബ്തദിഅതു മിനൽ മുഅ്തസിലത്തി വൽ ഖവാരിജി അല്ലദീന യഖൂലൂൻ. അപ്പോൾ മുഅ്തസിലികളും അതേപോലെ ഇങ്ങനെ പറയുന്ന ഖവാരിജികളായിട്ടുള്ള മുബ്തദികളായിട്ടുള്ള ആളുകൾ മാത്രം അതിനെതിരെ നിൽക്കുന്നത്. അങ്ങനത്തെ ഷഫാഅത്തില്ലാന്ന്. അവർ പറയുന്നത് എന്താണ്? ഇന്ന മൻ ദഖലൻ നാറ ലാ യഖ്റുജു മിൻഹാ, നരകത്തിൽ പ്രവേശിച്ചാൽ പിന്നെ നരകത്തിൽ നിന്ന് പുറത്ത് പോകാൻ കഴിയില്ല. വയുഖാലിഫൂന ബിദാലിക അൽ അഹാദീസ് സ്വഹീഹ അൽ വാരിദ ഫിഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ സ്വഹീഹായ ഹദീസുകൾക്കെതിരാണ് അവർ പറയുന്നത്. ഹാദിഹി അൻവാഉ ഷഫാഅത്തി സാബിതത്തി സ്വഹീഹത്തി അല്ലത്തി തവഫറ ഫിഹാ അശ്ശർത്താൻ മദ്കൂറാനി. അപ്പോൾ ഇത് ഷഫാഅത്തിൻ്റെ ഇനങ്ങളാണ് എന്നതാണ്. അതിൽ രണ്ട്
സ്ഥിരപ്പെട്ട സ്വഹിയായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ അതിൽ 2 ഷർത്തുകൾ പ്രത്യേകം പറയുന്നുണ്ട്. അമ്രു ഷഫാഅത്തി അമ്രുൻ അദീമുൻ. ഇനി ഷഫാഅത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്, അത് ഗൗരവമുള്ള കാര്യമാണ്. ലിഅന്നഹു ഗലിത ഫിഹാ ഉമമുൻ മിനൻ നാസി ഖദീമൻ വഹദീസൻ. അതായത് ഈ ഷഫാഅത്തിൻ്റെ വിഷയത്തിൽ പണ്ടും ഇപ്പോഴും ജനങ്ങൾ, ഉമ്മത്തുകൾ അല്ലെങ്കിൽ ജനങ്ങൾ തെറ്റിയിട്ടുണ്ട് അവരുടെ നിലപാട്. അപ്പോൾ ഫഹിമുഹ അലാ ഗൈരിൽ മഖ്സൂദ്, ഉദ്ദേശിക്കപ്പെട്ടത് അല്ലാത്ത രൂപത്തിൽ അവരത് മനസ്സിലാക്കി. ഇപ്പോൾ ജംഹൂറുൽ മുശ്രിക്കീന, ഭൂരിപക്ഷം മുശ്രിക്കുകളും, ഔ കുല്ലുൽ മുശ്രിക്കീന അല്ലെങ്കിൽ മുശ്രിക്കുകൾ മൊത്തത്തിൽ ഫഹിമുഹ അലാ ഗൈരിൽ മഖ്സൂദ്, അത് ഉദ്ദേശിക്കപ്പെട്ട രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ മനസ്സിലാക്കി എന്നതാണ്. വബഅ്ദുൽ മുബ്തദിഅത്തി മിനൽ മുസ്ലിമീൻ അൻകറൂ ബഅദഹ. ഇനി ചില മുബ്തദികൾ, മുസ്ലിങ്ങളിൽപ്പെട്ട ചില മുബ്തദികൾ തന്നെ അവർ ചില ഷഫാഅത്തുകൾ അവർ നിരാകരിച്ചു, സ്ഥിരപ്പെട്ട ഷഫാഅത്ത്. ഫഹസറൽ ഗലത്തു, അങ്ങനെ അവർ തെറ്റുപറ്റി. ഫലാ ബുദ്ദ മിന തഫ്സീൽ വൽ ഈദാഹി ഫി അംരി ഷഫാഅ. അപ്പോൾ ഷഫാഅത്തിൻ്റെ കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ കുറേ കൂടി വിശദീകരിച്ച് പറയേണ്ടതുണ്ട്. ലിഅന്നഹ അസ്ബഹത്ത് മസ്സല്ലത്തി അഖ്ദാമിൻ, കാരണം എന്താണ്, അത് പാദങ്ങൾ വഴിതെറ്റാൻ കാരണമായിട്ടുണ്ട്. യജിബു അലാ തലബത്തിൽ ഇൽമി അൻ യഹ്തമു ബിഹാദിൽ അംർ. വിദ്യാർത്ഥി, ഇൽമ തേടുന്നയാൾ, അയാൾ ഈ വിഷയം പ്രാധാന്യപൂർവ്വം പരിഗണിക്കണം എന്നതാണ്. കാരണം ലിഅന്ന ഫിഹാ മുഗാലത്താത്തിൻ ഇൻദൽ ഖുബൂരിയീന വൽ ഖുറാഫിയീൻ, ഖുബൂരികൾക്കും ഖുറാഫികൾക്കും ഷഫാഅത്തെ സംബന്ധിച്ച് തെറ്റായ നിലപാടുകളുണ്ട്. ലിഅന്നഹും ലാ യഫ്ഖഹൂന മഅന ഷഫാഅ, കാരണം അവർ ഷഫാഅത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഔ അന്നഹും യതഅമ്മദൂനൽ മുആനദത വൽ മുഖാലഫത, അതല്ലെങ്കിൽ അവർ കരുതിക്കൂട്ടി ധിക്കാരം, എതിർ പ്രവർത്തിക്കുന്നതാണ്. വയുസിറൂന അലാ മാ കാന അലൈഹി ആബാഉഹും വഅജ്ദാദുഹും വമശായിഖുഹും മിനൽ ളലാലി ഫി ഹാദിൽ ബാബ്. ഈ വിഷയത്തിൽ അവരുടെ പിതാക്കളും അവരുടെ വല്യപ്പമാരും ഉപ്പപ്പമാർ ഷെയ്ഖമാർ ഒക്കെ ളലാലിലാണ് എന്നതിനെ അവർ കണ്ടിന്യൂ ചെയ്തു എന്നതാണ്, അത് പിന്തുടർന്നു, അതിൽ തന്നെ അവർ നിലകൊണ്ടു. അതാണ് പ്രശ്നം. ഫഷഫാഅത്തു, അപ്പോൾ ഷഫാഅത്ത് എന്നുള്ള ലൈസത്ത് മൻഫിയത്തുൻ മുത്തലഖത്തൻ, മുത്തലക്കായ നിലയ്ക്ക് ഇല്ലാത്തതല്ല, തീരെ ഇല്ല എന്നുള്ളതല്ല. വല മുസ്ബത്തൻ മുത്തലക്കായ നിലക്ക് സ്ഥിരപ്പെട്ടതുമല്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു നിരുപാധികം അത് ഷഫാത്തുണ്ട് എന്നുള്ളതല്ല. ബൽ ഫിഹ തഫ്സീൽ, പക്ഷെ അത് വിവരിക്കേണ്ടതുണ്ട്. വഫിഹ ഈദാഹുൻ ലാ ബുദ്ദ മിൻ മഅരിഫത്തിഹി, അത് അറിയൽ നിർബന്ധമായ ക്ലാരിഫിക്കേഷനാണ്. വലിദാലിക അഖദൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് ഹാദൽ ബാബ് ലഹാ മിൻ അജ്ലി ഹാദൽ ഗർദ്. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ബാബ് ഗ്രന്ഥകാരൻ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി കിതാബിൽ നിന്നുള്ള ഭാഗം وقول الله عز وجل الله عز وجل وأنذر به الذين يخافون أن يحشروا إلى ربهم ليس لهم من دونه ولي ولا شفيع. ثم ساق رحمه الله بعض الآيات والأحاديث في موضوع الشفاعة വിഷയത്തിൽ ആയത്തുകളും ഹദീസുകളും കൊണ്ടുവന്നു. പിന്നെ ഷെയ്ഖ് അവർകൾ, അതായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവർകൾ അൽ-ആയത്തുൽ ഊല, ഒന്നാമത് കൊടുത്ത ആയത്ത് ഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വചനം വഅൻദിർ ബിഹിൽ ലദീന യഖാഫൂന അൻ യുഹ്ശറൂ ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കലേക്ക്, തങ്ങളുടെ റബ്ബിങ്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് ഭയപ്പെടുന്ന ആളുകളെ താങ്കൾ ഇൻദാർ ചെയ്യുക, മുന്നറിയിപ്പ് നൽകുക അവർക്ക്. ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യുൻ വലാ ഷഫീ, അവരെ കൂടാതെ അവർക്ക് ഒരാളും സഹായിയായിട്ടോ അല്ലെങ്കിൽ രക്ഷാധികാരിയായിട്ടോ ശുപാർശകനായിട്ടോ ഇല്ല എന്ന വിവരം. ഹാദാ അംറുൻ മിനല്ലാഹി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. യഖൂലു, അള്ളാഹു പറയുന്നു, അൻദിർ ബിഹി, അവരെ താങ്കൾ മുന്നറിയിപ്പ്. അൽ ഇൻദാർ എന്ന് പറഞ്ഞാൽ ഹുവ അൽ ഇഅ്ലാമു ബിശൈഇൻ മഖൂഫിൻ, ഭയപ്പെടുത്തപ്പെടുന്ന ഒരു സംഗതിയെ സംബന്ധിച്ചുള്ള അറിയിപ്പാണ്. അമ്മൽ ബിഷാറത്ത് ഫഹിയ, ഇനി ബിഷാറത്ത് സന്തോഷവാർത്ത പറഞ്ഞാൽ എന്താണ്? ഫഹിയ അൽ ഇഅ്ലാമു ബിശൈഇൻ മഹ്ബൂബിൻ, പ്രിയപ്പെട്ട ഒരു കാര്യം, ഇഷ്ടപ്പെട്ട ഒരു കാര്യം അറിയിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഷീറുൻ വനദീറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഷീറുൻ നദീറുൻ, ബഷീർ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ, നദീർ മുന്നറിയിപ്പ് നൽകുന്നവൻ. ബഷീറുൽ അഹ്ലിൽ ഈമാനി ബിൽ അജ്രി വസ്സവാബി വൽ ജന്ന, ഈമാൻ്റെ ആൾക്കാർക്ക് പ്രതിഫലം കൊണ്ടും സ്വർഗം കൊണ്ടും സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്. നദീറുൻ ലി അഹ്ലി ശിർക്ക് വൽ മആസി ബിൽ അദാബി വന്നാർ, അതായത് ഷിർക്കിൻ്റെ ആളുകൾക്ക് അദാബും, ഷിർക്കിൻ്റെയും പാപങ്ങളുടെയും ആളുകൾക്ക് ശിക്ഷയും നരകവുമുണ്ട് എന്ന ഇൻദാർ, വാണി, മുന്നറിയിപ്പും.
ഈ അല്ലദീന യഖാഫൂന അൻ യുഹ്ശറു ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കിലേക്ക് ഒരുമിച്ച് കൂടപ്പെടുമെന്ന് അവർ ഭയപ്പെടുന്നു. അങ്ങനെയുള്ള ആളുകൾ. അൽ ഹഷറു, ഹഷർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അൽ ജം, ഒരുമിപ്പിക്കുക, സമ്മേളിക്കുക എന്നൊക്കെയാണ്. ലിഅന്ന അല്ലാഹ യജ്മഉ യുജ്മിഉനായിരിക്കും അൽ ഖലായിഖ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു എന്ത് ചെയ്യുന്നു? സൃഷ്ടികളൊക്കെ കൂടി ഒരുമിച്ച് കൂട്ടുന്നു. അവ്വലഹും വ ആഖിറഹും, അവൻ്റെ ആദ്യത്തെയും അവസാനത്തെയും എല്ലാവരും ഫി സഈദിൻ വാഹിദ്, ഒരൊറ്റ സ്ട്രക്ചർ. ലാ യഖ്ഫാ മിൻഹും അഹദൻ, ഒരാളും ഒഴിവാകൂല, ഒരാളും മറഞ്ഞിക്കൂല അള്ളാഹുവിൽ നിന്ന്. ലി അജ്ലി ഫസ്ലിൽ ഖദാഇ ബൈനഹും, അവർക്കിടയിൽ ഖദാ, വിധി തീർപ്പാക്കാൻ വേണ്ടിയിട്ട്. വ ജസാഇഹിം ബി അമാലിഹിം, അതായത് അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകാനും. വഹാദൽ മൗഖിഫ് ലാ ബുദ്ദമിൻ, ഈ നൃത്തം അനിവാര്യമാണ്, ഇത് കൂടാതെ കഴിയില്ല. ഖാലത്ത് യാ അയ്യുഹർ റസൂൽ ഫഅൻത അയ്യുഹർ റസൂൽ അൻദിരിൽ മുഅ്മിനീന ബിഹാദൽ മൗഖിഫ്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം വരാണ്ട്, ഇങ്ങനെ മഹ്ശർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അവിടെ നൃത്തമുണ്ട്, അങ്ങനെ നിൽക്കുന്ന സ്ഥലമുണ്ട് എന്ന കാര്യം സത്യവിശ്വാസികളെ റസൂലെ അറിയിക്കൂ, മുന്നറിയിപ്പ് നൽകുക അവരോട്. വലിമാദാ ഹസ്സൽ മുഅ്മിനീൻ, ഇവിടെ മുഅ്മിനീങ്ങളെ പ്രത്യേകം പറഞ്ഞാൽ അന്നഹും ഹുമുല്ലദീന യംതസിലൂൻ, കാരണം മുഅ്മിനീങ്ങളാണെന്ന് അംഗീകരിക്കുക, പാലിക്കുക. വഇല്ലാ ഫഇന്നഹു മഅ്മൂറുൻ ബി അൻ യുബല്ലിഗ അന്നാസ കുല്ലഹും, മുഴുവൻ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ വലാകിന്നഹു അഹ്യാൻ, പക്ഷേ ചിലപ്പോൾ യുഅ്മറു ബി തഖ്സീസിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് പ്രത്യേകമായിട്ട് കൽപ്പിക്കും. വഫി ഇൻദാരിഹിം നഫ്ഉൻ ലഹു, ആ മുഅ്മിനീങ്ങളോട് മുന്നറിയിപ്പ് നൽകുന്നതിൽ അവർക്ക് ഉപകാരമുണ്ട്. അമ്മൽ മുഷ്രിക്കൂന വൽ കുഫാറു, എന്നാൽ മുഷ്രിക്കുകളും കുഫാറുകളും ഫഹും യുബല്ലിഗൂന മിൻ അജ്ലി ഇഖാമത്തിൽ ഹുജ്ജത്തി അലൈഹിം, അവരുടെ മേലിൽ ഹുജ്ജത്ത് നിർത്തപ്പെടുന്നതിൻ്റെ കാരണത്തിൽ അവർ എത്തിക്കുന്നു. അമ്മൽ മുഅ്മിനൂന ഫഇന്നഹും യുബല്ലിഗൂന മിൻ അജ്ലി നഫ്ഇഹിം ബിദാലിക, മുഅ്മിനീങ്ങൾ അവർക്കത് എത്തിക്കുന്നത് എന്തിനാണ്? അവർക്ക് ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന്. ഇനി ലൈസ ലഹും മിൻ ദൂനിഹി, അതായത് അള്ളാഹു കൂടാതല്ല, വൈറല്ല വലിയൻ വരാഷഫ്, ഒരു രക്ഷാധികാരിയോ ശുപാർശകനോ ഇല്ല. ലാ അഹദ യതവല്ലാഹും യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി, അപ്പോൾ ഖിയാമത്ത് നാളിലെ സൃഷ്ടികളിൽ ആരെയും കാര്യം ഏൽപ്പിക്കാൻ കഴിയില്ല. അതുവരെ അവർ പലരും കാര്യം ഏൽപ്പിച്ചിരുന്നു. വാ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, സൂറത്ത് കാണാം. എന്ത് അന്നേ ദിവസം, ഒരു ദിവസത്തെക്കുറിച്ച് പറയാണ് ഖിയാമത്ത് നാളിൽ, അന്ന് സഹോദരിൽ നിന്ന് മനുഷ്യൻ ഓടിയകലുന്ന ദിവസം. ഉമ്മിഹി വ അബിഹി, അവൻ്റെ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും. വസ്വാഹിബിഹി വസാഹിബത്തിഹി വബനിഹി, അവൻ്റെ സഹധർമ്മിണിയിൽ നിന്നും അല്ലെങ്കിൽ ഇണയിൽ നിന്നും അവൻ്റെ സന്തതിയിൽ നിന്നും. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നിഹി, ഓരോ മനുഷ്യർക്ക് അവരവരുടെ കാര്യങ്ങൾ തന്നെ നോക്കാണ്ട്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മാ അഹദുൻ യസ്അലു അൻ അഹദിൻ, ഒരാളും മറ്റൊരാളെ കുറിച്ച് ചോദിക്കില്ല. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വറുദ്ദു ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ് വദല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ. റുദ്ദു ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് അവർ മടക്കപ്പെടും. മൗലാഹുമുൽ ഹഖ്, അവൻ യഥാർത്ഥത്തിലുള്ള അവരുടെ യജമാനായ. വദല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയതൊക്കെ അവരെ വിട്ടുപോകും എന്നതാണ്. ഫഹുനാലിക്കൽ വലായത്തു ലില്ലാഹിൽ ഹഖ്, വലായത്ത് അന്നേ ദിവസം അള്ളാഹുവിന് മാത്രമാണ് സത്യം, പരമസത്യമാണ്. യൗമൽ ഖിയാമ മാ അഹദുൻ യൽവി അല അഹദ്, ഖിയാമത്ത് നാളിൽ ഒരാൾക്കും അഭയം നൽകുകയില്ല. വലാ അഹദുൻ യസ്അലു അൻ അഹദ്, ഒരാളും മറ്റൊരാളെ കുറിച്ച് ചോദിച്ചറിയില്ല. ബൽ ഇന്നൽ ഖരീബ ഇദാ റഅ അഖ്റബൻ നാസി ഇലൈഹി യഫിറു മിൻഹു, ഇനി ഏറ്റവും അടുത്ത ബന്ധുവിനെ കണ്ടാൽ പോലും അവന് നിന്ന് ഓടിയാകലും, അങ്ങനത്തെ ഒരവസ്ഥയാണ്. വലാ ഷഫീഉ, ഒരു ശുപാർശകനുമില്ല. ഐ വാസിത്തുൻ യതവസ്സതു ലഹു ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ മധ്യവർത്തിയായിട്ട് നിൽക്കുന്ന ഒരു ശുപാർശകൻ. മാ അഹദുൻ യശ്ഫഉ ലഹു യൗമൽ ഖിയാമ ഇല്ലാ ബിഇദ്നില്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അനുമതി ഇല്ലാതെ ഒരാൾക്കും ഷഫാഅത്ത് ചെയ്യാൻ പറ്റില്ല. വബിശർത്തി അൻ യകൂന ഹാദ ശഖ്സു മിമ്മൻ യർളല്ലാഹു അൻഹു, അല്ലാഹു ഈ മനുഷ്യനെ തൃപ്തിപ്പെട്ട ആളാണെന്നുള്ള കണ്ടീഷനും. ഹാദിഹി ഷഫാഅത്തുൻ മൻഫിയ്യത്തുൻ ഫബത്തല അംറു ഹൗലാഇ അല്ലദീന യത്തഖിദൂന ശഫാഅ വയظنون അന്നഹും യുഖല്ലിസൂനഹും യൗമൽ ഖിയാമത്തി മിൻ അദാബില്ലാഹി കമാ യഖൂലു സാഹിബുൽ ഖുർദ. അപ്പോൾ ഈ നിരാകരിക്കുന്ന ഷഫാഅത്ത് എന്നുള്ളത് മുശ്രിക്കുകൾ പറഞ്ഞ ഷഫാഅത്ത്, അവരുടെ വിശ്വാസത്തിലുള്ള ഷഫാഅത്ത്.
ബുർദക്കാരൻ പറഞ്ഞ ഷഫാത്ത് യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഉലൂലിൽ ഹാദിസിൽ അമമി. ആ ഭയങ്കര വൃത്താന്തം, വലിയ ദുരന്തം അത് ഇറങ്ങുന്ന സമയത്ത് താങ്കളല്ലാതെ എനിക്ക് അഭയം നൽകാൻ സൃഷ്ടികളിൽ ഉത്തമരായവരെ മാന്യരെ ആരുണ്ട്? അത് നബിയാണ് അഭയം കൊടുക്കണം എന്നുള്ളതാണ്. ഇതിലം തകുൻ ഫി മആദി ആഖിദം ബിയദി ഫളം വ ഇല്ല ഖുൽ യാ സല്ലതൽ ഖദമി. താങ്കൾ എന്നെ കൈ പിടിച്ചിട്ടില്ലെങ്കിൽ ആ നഷ്ടത്തിലാകുമെന്നൊക്കെ പറയണം. ഹാദാ അൽ ഇഅ്തിഖാദിൽ മുശ്രിക്കീന അന്ന റസൂല യഖുദു ബിയദിഹി വ യുഖല്ലിസുഹു മിനൻ നാർ. ഇത് മുശ്രിക്കുകളുടെ വിശ്വാസം ആണ്. എന്ത്? റസൂൽ അവരുടെ കൈ പിടിക്കുമെന്നും എന്നിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നും. വഹാദാ ലൈസ ബിസ്വഹീഹ്. ഇത് ശരിയല്ല. ലാ യുഖല്ലിസുഹു മിനൻ നാരി ഇല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഒരാളും നരകത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താനില്ല. ഇദാ കാന മിൻ അഹ്ലിൽ ഈമാൻ, ഈമാൻ്റെ അഹ്ലുകാരിൽപ്പെട്ടവരാണ് ആണെങ്കിൽ അള്ളാഹു രക്ഷപ്പെടുത്തും. ലഅല്ലഹും യത്തഖൂൻ, അവർ തഖ്വയുള്ളവരായേക്കാൻ വേണ്ടി. ഹാദാ തഅലീലുൻ ലിഖൗലിഹി വഅൻദിർ ബിഹി, അവരെ മുന്നറിയിപ്പ് നൽകുമെന്ന് പറഞ്ഞില്ലേ, അത് എന്നിട്ട് പറയണ് അവർ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ട്. മിൻ അജ്ലി മാതാ, എന്തിനു വേണ്ടി? ഐ മിൻ അജ്ലി അൻ യത്തഖൂ റബ്ബഹും സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ റബ്ബിനെ അവർക്ക് തഖ്വ ഉള്ളവരാകാൻ വേണ്ടിയിട്ട്. വത്തഖ്വ മാനഹ, തഖ്വയുടെ ആശയം എന്താണ്? യത്തഖദു മാ യഖീഹിം മിൻ അദാബില്ലാഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്ന ഒന്ന് സ്വീകരിക്കുക എന്നാണ്. അതാണ് തഖ്വ. വദാലിക ബിൽ അഅ്മാലി സ്വാലിഹ, അത് സൽക്കർമ്മങ്ങൾ കൊണ്ട് ആവാം. അങ്ങനെ ഉണ്ടാവാം. ബിഫിഅലി ത്വആത്തി, അള്ളാഹുവിന് ത്വആത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രവർത്തികൾ കൊണ്ട്, തർക്കിൽ മുഹറമാത്തി, നിഷിദ്ധമായ കാര്യങ്ങൾ ഉപേക്ഷിക്കൽ കൊണ്ട്. വലാ യഖീ മിൻ അദാബില്ലാഹി യൗമൽ ഖിയാമത്തി ഇല്ല തഖ്വ, തഖ്വയല്ലാതെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് കാക്കുന്ന ഒന്നുമില്ല, കാക്കൂല. ഫഹാദാ ഫീഹി അർറദ്ദു അലൽ മുശ്രിക്കീന അല്ലദീന യത്തഖിദൂന ശഫാ, അപ്പോൾ ഷഫാഅകളെ സ്വീകരിക്കുന്ന മുശ്രിക്കുകൾക്കെതിരെയുള്ള ഖണ്ഡനം ഇതിലുണ്ട്. ബയ്യന അല്ലാഹു അന്നഹു സയഅതി യൗമൽ ഖിയാമ വലാ അഹദുൻ യശ്ഫഉ ലഹും കമാ യസ്ഉമൂൻ. അപ്പോൾ മുശ്രിക്കുകൾ ജൽപ്പിക്കുന്നത് പോലെയുള്ള ഒരു ഷഫാഅത്ത് ഖിയാമത്ത് നാളിൽ നടക്കുകയില്ല, ഖിയാമത്ത് നാൾ വരും എന്നതാണ്.